നമസ്കാരം. അവധിക്കാലമാണ്. കുട്ടികൾക്ക് ഏറെ സന്തോഷമുള്ള കാലഘട്ടമാണ്. പരീക്ഷകളില്ല, സ്കൂളിൽ പോകണ്ട, ആകെ ആഘോഷമാണ്. പക്ഷേ രക്ഷിതാക്കൾക്ക് ഈ അവധിക്കാലം അത്ര ശുഭകരമാണോ? കാരണം പല രക്ഷിതാക്കളും പറയുന്നൊരു പരാതി, കുട്ടികൾ അവധിക്കാലം മുഴുവൻ ചെലവഴിക്കുന്നത് ടിവിയുടെയും മൊബൈൽ ഫോണിൻ്റെയും ഗെയിമുകളുടെയും ലോകത്താണ്. ഇത് ശരിയാണോ? അപ്പോൾ നമുക്ക് അറിയണ്ടേ കുട്ടികൾക്ക് വേണ്ടി ഒരു അവധിക്കാലം എങ്ങനെ പ്ലാൻ ചെയ്ത് കൊടുക്കണം എന്നുള്ളത്? കുറച്ച് കാര്യങ്ങൾ പറയാം. നല്ല ശീലങ്ങൾ കളയേണ്ടതില്ല. കാരണം സ്കൂൾ ടൈമിൽ കുട്ടികൾക്ക് കൃത്യമായിട്ട് ഉണരുന്നതിന്, ഉറങ്ങുന്നതിന്, ആഹാരം കഴിക്കുന്നതിന്, പഠിക്കുന്നതിന്, കളിക്കുന്നതിനൊക്കെ ഒരു സമയനിഷ്ഠയുണ്ടായിരുന്നു. പക്ഷേ വെക്കേഷനായി സ്കൂൾ അടച്ചു, ഇഷ്ടംപോലെ സമയം കയ്യിലുണ്ട്. അങ്ങനെ ആവേണ്ടതില്ല. കൃത്യമായൊരു സമയം കുട്ടികൾക്ക് ഉണരുന്നതിനും, ഉറങ്ങുന്നതിനും, ഭക്ഷണം കഴിക്കുന്നതിനും, കളിക്കുന്നതിനും, മറ്റ് ആക്ടിവിറ്റീസിനും വേണ്ടി നമുക്ക് നിർവചിച്ചു കൊടുക്കാം. ആരോഗ്യത്തോടു കൂടി ഇരിക്കാം. കൃത്യമായ ആരോഗ്യ സംരക്ഷണത്തിന് കായിക വ്യായാമങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ഉഷ്ണമുള്ള ഈ കാലാവസ്ഥയിൽ മുഴുവൻ സമയവും കളിക്കായി തിരഞ്ഞെടുക്കുന്നതും അഭികാമ്യമല്ല. അപ്പോൾ കൃത്യമായൊരു ദിനചര്യയിൽ കായിക വ്യായാമങ്ങൾക്ക് വേണ്ടി ഓരോ കുട്ടികളുടെയും താല്പര്യത്തിന് അനുസരിച്ചുള്ള എക്സസൈസുകൾ രക്ഷിതാക്കൾക്ക് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതിൽ തന്നെ രാവിലെയുള്ള വ്യായാമം വേറെ, കുട്ടികളുടെ ആനന്ദത്തിന് വേണ്ടി അവരുൾപ്പെടുന്ന കളികൾ വേറെ. ഇത് രണ്ടിനും നമ്മളൊരു സമയം കുട്ടികൾക്ക് നിർവഹിച്ചു കൊടുക്കുക. വായനയും എഴുത്തും പൂർണ്ണമായി മാറ്റിവെക്കേണ്ടതില്ല. കാരണം 2 മാസം കുട്ടികൾക്ക് വായനയും എഴുത്തുമില്ലാതെ സ്കൂൾ തുറക്കുന്ന ഘട്ടത്തിൽ അവർ വിദ്യാലയത്തിലേക്ക് എത്തുമ്പോൾ കൃത്യമായി പഠനാന്തരീക്ഷത്തിലേക്കുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കുട്ടികൾക്ക് വളരെയധികം പ്രയാസങ്ങൾ നേരിടാറുണ്ട്. പ്രത്യേകിച്ചും പഠന അനുബന്ധ നൈപുണികളായ ശ്രദ്ധ, കോൺസെൻട്രേഷൻ, സിറ്റിംഗ് ടോളറൻസ്, ക്ഷമയോടുകൂടി ഇരിക്കാനുള്ള മാനസികമായ തയ്യാറെടുപ്പുകൾ, ഓർമ്മശക്തി, ഇതിലൊക്കെ അധ്യയന വർഷത്തിൻ്റെ തുടക്കത്തിൽ 2 മാസത്തെ വെക്കേഷൻ കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾക്ക് വലിയ പ്രശ്നങ്ങൾ കാണാറുണ്ട്. അത് പരിഹരിക്കാൻ വേണ്ടി ഓരോ കുട്ടികൾക്കും താല്പര്യമുള്ള പുസ്തകങ്ങൾ അവർക്ക് വാങ്ങിക്കൊടുത്ത്, അല്ലെങ്കിൽ അവരോടൊപ്പം ചെന്ന് പുസ്തകങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് അല്പാൽപമായി ഓരോ ദിവസവും ആ പുസ്തകത്തിലൊരു ഭാഗം വായിച്ച് അതിനെക്കുറിച്ച് ചെറിയ കുറിപ്പുകൾ തയ്യാറാക്കുന്നത് ഈ ശീലം കുട്ടികൾക്ക് നല്ല മാറ്റം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. കുട്ടികൾക്ക് പുറമേയുള്ള ലോകത്തിനെക്കുറിച്ച് അറിവ് നൽകാൻ യാത്രകൾ ഏറ്റവും നല്ലതാണ്. അതിൽ നമ്മുടെ രക്ഷിതാക്കളും കുട്ടികളൊക്കെ ഇന്ന് വളരെയധികം മുന്നിലാണ്. യാത്രകൾ കുട്ടികൾക്ക് ഇഷ്ടമാണ്. വെറുതെ യാത്രകൾ പോകുന്നതിലപ്പുറത്തേക്ക് പോയ സ്ഥലങ്ങളിൽ അവർ കണ്ട കാഴ്ചകൾ, അവർ മനസ്സിലാക്കിയ അറിവുകൾ, അതും കൂടി ഇവരുടെ വെക്കേഷൻ ഡയറിയിലേക്ക് ചേർത്തെഴുതാൻ ഒരു നല്ല പ്രോത്സാഹനം രക്ഷിതാക്കൾക്ക് കൊടുക്കാം. കുട്ടികളുടെ കലാപരമായ കഴിവുകൾ, ആർട്ടിസ്റ്റിക് ഇൻ്റലിജൻസിന് നമുക്ക് പ്രാധാന്യം കൊടുക്കാവുന്നതാണ്. പ്രത്യേകിച്ച് സ്കൂൾ കാലഘട്ടത്തിൽ പഠനവും പരീക്ഷകളുമായി തിരക്കിടുന്ന കുട്ടികൾക്ക് അവരുടെ കലാപരമായ കഴിവുകൾ തിരിച്ചറിയാൻ സമയം കിട്ടണമെന്നില്ല. പക്ഷേ ഈ അവധിക്കാലത്ത് അവരുടെ കഴിവുകൾ എന്തായാലും അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ രക്ഷിതാക്കൾ സൃഷ്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അവരവരുടെ കഴിവുകൾ മനസ്സിലാക്കാനും അതവരുടെ ബുദ്ധിവികാസത്തിനെയും സാമൂഹ്യ വികാസത്തിനെയും അവരുടെ ആത്മവിശ്വാസത്തിനെയും വളരെയധികം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു നടപടിയാവും. ഫാമിലി ടൈം കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും പ്രാധാന്യം കൊടുക്കേണ്ടതാണ്. രക്ഷിതാക്കളും കുട്ടികളും ഒന്നിച്ച് ചേർന്നുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തികൾ, ഒരു പക്ഷേ വീട് വൃത്തിയാക്കലാവാം, അതല്ലെങ്കിൽ ഒരുമിച്ച് പാചകം ചെയ്യലാവാം, അല്ലെങ്കിൽ ടി വിയിലോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയോ പ്രോഗ്രാമോ ഒരുമിച്ചിരുന്ന് കാണുന്നതാവാം, ആസ്വദിക്കുന്നതാവാം, അതിനെക്കുറിച്ചുള്ള ചർച്ചകളാവാം, അല്ലെങ്കിൽ വീടിന് സമീപത്തുള്ള പച്ചക്കറിത്തോട്ടം നിർമ്മിക്കുന്നതോ പൂന്തോട്ടം നിർമ്മിക്കുന്നതോ എന്തുമാവാം. ഇങ്ങനെ രക്ഷിതാക്കളും വീട്ടിലുള്ളവരും കുട്ടികളും ഒന്നിച്ച് സമയം കണ്ടെത്താൻ എല്ലാ ദിവസവും പ്രാധാന്യം കൊടുക്കണം. പുതിയ ഒരു അറിവ് നേടാൻ വേണ്ടി, പുതിയ ഒരു കാര്യം പഠിക്കാൻ വേണ്ടി കുട്ടികൾ സമയം ചെലവഴിക്കേണ്ടതാണ്. അതൊരു പക്ഷേ ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആവാം, പാട്ടാവാം, മറ്റ് കലകളാവാം, ഫിസിക്കൽ എക്സസൈസ് ആവാം, മാർഷൽ ആർട്സ് പോലെയുള്ള ആയോധന കലകളാവാം, ഇനി അതല്ലെങ്കിൽ ചിത്രരചനയാവാം, കുട്ടികൾക്ക് കളികൾക്കുള്ള പരിശീലനം, ബാഡ്മിൻ്റൺ, ക്രിക്കറ്റ്, ഫുട്ബോൾ പോലെയുള്ള കോച്ചിങ്ങുകളാവാം. ഇങ്ങനെ ഏതെങ്കിലും ഒരു സ്കിൽ കുട്ടികൾ പഠിച്ചെടുക്കുന്നതും അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിനും ബുദ്ധിവികാസത്തിനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. ഇതോടൊപ്പം തന്നെ കുട്ടികളുടെ സാമൂഹിക വളർച്ചയ്ക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് സമപ്രായക്കാരോട് ഒന്നിച്ചു ചേർന്നുള്ള കളികൾ. കളിക്കളത്തിൽ ഒന്നിച്ച് സമയം ചെലവഴിക്കുന്ന വഴി കുട്ടികൾ തമ്മിലുണ്ടാവുന്ന ആശയവിനിമയങ്ങൾ വഴി, പങ്കുവെക്കലുകൾ വഴി അവരുടെ സാമൂഹികമായ ബുദ്ധിവികാസത്തിൽ വളരെയധികം മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയെല്ലാം ചേർത്ത് വരുമ്പോൾ രാത്രി ആവുമ്പോഴേക്ക് അവർക്കൊരു ദിവസക്കുറിപ്പ് തയ്യാറാക്കാൻ കഴിയണം. ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ അനുഭവങ്ങൾ എനിക്കുണ്ടായി, എന്തൊക്കെ പുതിയ കാര്യങ്ങൾ പഠിച്ചു. ഇതെല്ലാം ചേരുമ്പോഴാണ് കുട്ടികളുടെ ഡേ പ്ലാനിങ് പ്രോപ്പറായിട്ട് നടക്കുന്നത്. ഇങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ വളരെയധികം സമയം കുട്ടികൾ എങ്ങനെയെങ്കിലും ചെലവഴിച്ച്
അവരുടെ അക്കാദമിക് ഇയറിൻ്റെ തുടക്കത്തിലേക്ക് എത്തുമ്പോൾ കോവിഡ് കാലത്ത് നമുക്ക് കണ്ടതാണ് കുട്ടികൾക്ക് ദിനചര്യയിലേക്കും നല്ല ശീലങ്ങളിലേക്കും തിരിച്ചു വരാൻ വലിയ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രയാസം ഇനിയുള്ള കാലഘട്ടത്തിൽ ഒഴിവാക്കാൻ കൂടി അവരുടെ ഈ അവധി ദിവസങ്ങൾ നന്നായി പ്ലാൻ ചെയ്യാൻ രക്ഷിതാക്കളും കൂടി ശ്രദ്ധിക്കുമല്ലോ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്